വെൽക്കം ടു ദിശ അക്കാഡമി. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ ആസ്പിരൻസിനും ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ SSC എക്സാമുകളെ പറ്റി ചിന്തിക്കുകയായിരുന്നു. നോക്കൂ, എത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഭാഷ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പഠന വിഷയമായി കടന്നു വരുന്നു. ആ ഭാഷയിലെ കുഞ്ഞു കുഞ്ഞു നിയമങ്ങളും പുതിയ പുതിയ വാക്കുകളും പഠിക്കുന്നതിലൂടെ നല്ലൊരു മാർക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എത്രയേറെ സുന്ദരമായി ഇഷ്ടത്തോടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. അപ്പോഴാണ് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്. ആ കഷ്ടപ്പാടുകളെ മാറ്റി നിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? വിഷയത്തെ ഇഷ്ടപ്പെട്ട് പഠിക്കണം. അങ്ങനെ വിഷയത്തെ ഇഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടപ്പെട്ട ജോലി കരസ്ഥമാക്കിയിട്ടുള്ള മിടുക്കന്മാരെയും മിടുക്കികളെയും നമുക്കിന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ പ്രൗഡ് അച്ചീവേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ ദിശയുടെ ഓഫ്ലൈൻ ആയിട്ടുള്ള ശാഖകളിൽ വന്ന് പഠിച്ചിട്ടുള്ള, അതുപോലെ ദിശയുടെ യൂട്യൂബിലും അതേപോലെ ആപ്പിലും ഒക്കെയുള്ള വീഡിയോസ് കണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച് സ്വന്തം സ്വപ്നത്തെ യാഥാർത്ഥ്യവൽക്കരിച്ചവരാണ് ഇവർ ഓരോരുത്തരും. ഇവരുടെ അച്ചീവ്മെന്റിന് നമുക്കൊരു സല്യൂട്ട് കൊടുക്കാം. ഇനി ആരുടെ ഊഴമാണ്? ഇനി ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഊഴമാണ്. ഇവർക്ക് സാധ്യമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ അല്ലെ? തീർച്ചയായിട്ടും ഇവർക്ക് സാധ്യമാണെങ്കിൽ നമുക്കും സാധ്യമാണ്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഓരോരുത്തരും പാകപ്പെടുത്തിയെടുക്കണം. അത് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സംസാര വിഷയത്തിലേക്ക് തിരികെ വരാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒത്തൊരുമയെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? അതൊക്കെ നല്ല ചിട്ടയോടും കൃത്യതയോടും കൂടി നടക്കുന്നതുകൊണ്ടാണ് ഈ സിസ്റ്റം ഇങ്ങനെ നിലനിന്നു പോകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുടുംബം അല്ലെങ്കിൽ പോട്ടെ ഒരു സ്ഥാപനം, രണ്ടിലേതെങ്കിലും ആയിക്കോട്ടെ, അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഏറ്റവും ബേസിക് ആയിട്ട് എന്ത് വേണം? എന്താ വേണ്ടത്? പണിക്ക് പോകണം എന്നാണോ? തീർച്ചയായിട്ടും പണിക്ക് പോകണം. ആരെങ്കിലും ഒക്കെ പണിക്ക് പോയാലേ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോവുള്ളൂ. അത് വേണം. അതല്ലാതെ ഒരു കുടുംബമൊക്കെ മുമ്പോട്ട് പോകാൻ എന്ത് വേണം? ഏറ്റവും ബേസിക് ആയിട്ട് ആ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഒത്തൊരുമ വേണം അല്ലെ? വലത്ത് എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് പോകുന്ന ആളാണെങ്കിൽ അല്ല ആൾക്കാരാണെങ്കിൽ, അല്ല ഇത് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മുമ്പോട്ട് പോവാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ഒത്തൊരുമ ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഒരു സെന്റൻസിനും കൃത്യമായിട്ട് നിലനിൽക്കണമെങ്കിൽ ആ സെന്റൻസിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരാ? ഒരു സെന്റൻസിലെ പ്രധാനപ്പെട്ട ആൾക്കാർ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് സംസാരിച്ചതാണ് അല്ലെ? സബ്ജക്റ്റും വെർബും ഒക്കെയാണ്. അപ്പൊ ഒരു സെന്റൻസിന് കൃത്യമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഈ സബ്ജക്റ്റും വെർബും തമ്മിൽ ഒരു ഒത്തൊരുമ ഉണ്ടാവണം. അതായത് സബ്ജക്റ്റിന് പറ്റിയൊരു വെർബ് ഉണ്ടായിരിക്കണം, വെർബിന് പറ്റിയൊരു സബ്ജക്റ്റും ഉണ്ടായിരിക്കണം. ഈ ഒത്തൊരുമയെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് വിളിക്കും? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് എന്ന് പറയും. രണ്ടും സെയിം കോൺസെപ്റ്റ് ആണ്, ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ അതെന്താണെന്ന് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സബ്ജക്റ്റ് വെർബ് അതിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ നമ്മൾ പഠിച്ചിരിക്കണം. വളരെ സിമ്പിൾ ആണ്. ഇത്രയുള്ളടാ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിലോ വെർബും പ്ലൂരൽ ആയിരിക്കണം. ഇതാണ് ഇതിന്റെ ബേസിക് നിയമം എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലൂരൽ, വെർബ് പ്ലൂരൽ. സബ്ജക്റ്റ് സിംഗുലർ, വെർബ് സിംഗുലർ. എന്താണ് സിംഗുലർ പ്ലൂരൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. സിംഗുലർ എന്ന് പറഞ്ഞാല് ഒറ്റൊരെണ്ണം മാത്രമുള്ള അവസ്ഥയാണ്. മലയാളത്തിൽ ഏകവചനം എന്ന് പറയും. ബഹുവചനം അഥവാ പ്ലൂരൽ എന്ന് പറയുന്നത് രണ്ടിൽ അല്ലെ ഒന്നിൽ കൂടുതലുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് പ്ലൂരൽ എന്ന് പറയുന്നത്. അപ്പം സബ്ജക്റ്റ് പ്ലൂരല് സിംഗുലർ അതിനനുസൃതമായിട്ട് ഉള്ള വെർബൊക്കെ തിരഞ്ഞെടുക്കണം നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ വെർബിനെ സിംഗുലർ ആക്കുന്നത്? വെർബിനെ സിംഗുലർ ആക്കാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടടാ. കുഞ്ഞൊരു കാര്യം ചെയ്താൽ മതി. ഒരു എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്താല് വെർബിന്റെ സിംഗുലർ ഫോം കിട്ടും. ഉദാഹരണം, വാക്ക് എന്ന് പറഞ്ഞ ഒരു വെർബ്, അതിനെ ഇതിന്റെ സിംഗുലർ ആണ് കേട്ടോ. അതിനെ സിംഗുലർ ആക്കാൻ എന്ത് ചെയ്യണം? ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വോക്സ് എന്നത് അതിന്റെ സിംഗുലർ ഫോമായി. ഗോ എന്ന് പറഞ്ഞ വെർബ്, അതിന്റെ സിംഗുലർ ആക്കാൻ അതിന്റെ കൂടെ ഒരു ES ചേർത്താൽ മതി. ഇപ്രകാരം എസ്ഒ ഇഎസ്ഒ ചേർത്താൽ വെർബ് സിംഗുലർ ആകും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെന്റൻസ് നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് താഴെ എഴുതിയിട്ടുണ്ട്.
ദ ചൈൽഡ് പ്ലേസ് ഇൻ ദ പാർക്ക്. കുട്ടി പാർക്കിൽ കളിക്കുന്നു. ദ ചൈൽഡ് കുട്ടിയാണ് അല്ലെ, ഒരു കുട്ടിയാണ്, സിംഗുലർ ആണ്. അപ്പം സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒരു സിംഗുലർ നൗൺ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെർബും എന്തായിരിക്കണം? പ്ലേ എന്ന് എഴുതിയാൽ മാത്രം ശരിയാകുമോ? ആവില്ല. പ്ലേസ് എന്ന് സിംഗുലർ ആക്കി തന്നെ ഉപയോഗിക്കണം. കാരണം നമ്മൾ നിയമം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വെർബ്. അടുത്ത നോക്കിക്കേ, ഷീ walks to the school every day. She walks to school every day. ഇവിടെ വാക്ക് എന്ന് മാത്രം കൊടുത്താൽ മതിയാകുമോ? ആവില്ല. ഷീ എന്നത് അവൾ, സിംഗുലർ ആണ്, ഒറ്റൊരാളേ ഉള്ളൂ. വെർബും സിംഗുലർ ആകണം, വാക്സ് എന്ന് കൊടുക്കണം. നേരെ മറിച്ച് ഈ സെക്ഷനിലേക്ക് വരുമ്പം അടുത്ത നോക്കിക്കേ, ദ ചിൽഡ്രൻ പ്ലേ ഇൻ ദ പാർക്ക്. കുട്ടികൾ പാർക്കില് കളിക്കുന്നു. ദ ചിൽഡ്രൻ, ചൈൽഡ് എന്നത് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂരൽ ആണ്. ചിൽഡ്രൻ എന്നുള്ളത് കുട്ടികൾ എന്നർത്ഥം വരും. ഒന്നിൽ കൂടുതലുണ്ട്, പ്ലൂരൽ ആണ്, അതുകൊണ്ട് വെർബും പ്ലൂരൽ ആക്കണം. പ്ലേ എന്ന് മാത്രം മതി. പിന്നീട് വീണ്ടും ഇവിടെ ഒരു യെസ്സോ ആഡ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. കാരണം അതിനെ സിംഗുലർ ആക്കണോ? വേണ്ട. പ്ലൂരൽ സബ്ജക്റ്റ് ആണ്, പ്ലൂരൽ വെർബ്. ദേ പ്ലൂരൽ ആണ് അല്ലെ, അവർ എന്നാണ് അർത്ഥം വരുന്നത്. അവർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ കൂടെ വരുന്ന വെർബും എന്താകും? വോക്ക് എന്ന് മാത്രം ആഡ് ചെയ്താൽ മതി. വോക്സ് എന്ന് കൊടുക്കണോ? വേണ്ട, അനാവശ്യമാണ്. ദേ വാക്ക് ടു സ്കൂൾ എവരി ഡേ. അവർ എല്ലാ ദിവസവും സ്കൂളിലേക്ക് നടന്നാണ് പോകാറുള്ളത്. ഇതാണ് ഇതിന്റെ ബേസിക് നിയമം. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ സാധിച്ചാല് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 80% പ്രശ്നങ്ങൾക്കും അവിടെ തന്നെ തീർപ്പായി. അറിയോ? ഈ ഒരു നിയമം മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇനി നമുക്ക് സബ്ജക്ട് വെർബ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് മുൻവർഷ എക്സാമുകളിലൊക്കെ കടന്നു വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം വായിച്ചു പോയി സ്ക്രീനിൽ കാണാം. A yellow and a blue toy dash desired by a kid who was all alone. ഇതൊരു പാസീവ് സെന്റൻസ് ആണ് അല്ലെ. ശ്രദ്ധിച്ച ഒരു പാസീവ് സെന്റൻസ് ആണ്. പാസീവിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, ഒരു സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഇതാണ് ഒരു എന്താണ് പറയുക, ഒരു പാസീവ് കൺസ്ട്രക്ഷൻ. പാസീവിലുള്ള ഒരു സെന്റൻസിന്റെ പൊതുവായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് V3 ഫോം ഓഫ് ദ വെർബ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള ലക്ഷണം. ഇവിടെ നോക്കിക്കേ, V3 ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട് അല്ലെ, സബ്ജക്റ്റ് ഉണ്ട്, V3 ഉണ്ട്. നമുക്ക് ഇല്ലാത്തത് ഒരു ഓക്സിലറി വെർബാണ് അല്ലെ. ഏത് ഓക്സിലറി വെർബ് ഉപയോഗിച്ചാൽ ഇത് ശരിയായി മാറും? ഇതിന്റെ ഉത്തരം വേറാണ്. ഏതാണ് ഉത്തരം? വേറാണ്. എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു തരാം. ഇവിടെ വേർ എന്ന് പറഞ്ഞ ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ സബ്ജക്റ്റ് ഇവിടെ നോക്കിക്കേ, സബ്ജക്റ്റ് നോക്കിക്കേ. യെസ്, ഇവിടെ നമുക്ക് കാണാം രണ്ടിടത്തും എ കൊടുത്തിട്ടുണ്ട് അല്ലെ. എ യെല്ലോ ആൻഡ് എ ബ്ലൂ ടോയ്, രണ്ടിടത്തും എ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സബ്ജക്റ്റിലും ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടിടത്തും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് രണ്ട് വ്യത്യസ്ത സാധനങ്ങളായിരിക്കും. മനസ്സിലായോ? യെല്ലോ കളറിലുള്ള ഒരു ടോയും ഉണ്ട്, ബ്ലൂ കളറിലുള്ള ഒരു ടോയും ഉണ്ട്. രണ്ട് വ്യത്യസ്ത ടോയ്സ് ഉണ്ട് കേട്ടോ. ഒരു സിംഗിൾ ടോയ് മാത്രമല്ല. ഒരു പക്ഷെ ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എ യെല്ലോ ആൻഡ് ബ്ലൂ ടോയ്, ഇവിടെ നമുക്കറിയാം രണ്ടിടത്തും എ ഇല്ല. ഇപ്പൊ എഴുതിയിരിക്കുന്നതിനകത്ത് ഒരെണ്ണത്തിന് മാത്രമേ എ ഉള്ളൂ, എ യെല്ലോ ആൻഡ് ബ്ലൂ ടോയ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് വൺ ടോയ് ആണ്, ഒറ്റ ടോയ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ സെന്റൻസ് എ യെല്ലോ ആൻഡ് എ ബ്ലൂ ടോയ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിടത്തും എ വന്നിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കുക ടു സെപ്പറേറ്റഡ് ടോയ്സ് ആണ് കേട്ടോ. ടു സെപ്പറേറ്റ് ടോയ്സ് ആണ്, രണ്ട് വ്യത്യസ്ത ടോയ്സ് ആണ്. അപ്പൊ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് പ്ലൂരൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ വേറെ ആണ് യൂസ് ചെയ്യേണ്ടത്, വാസ് പോവില്ല. പിന്നെ ഇവിടെ ഉള്ളത് ആറാണ്, ആറും പോവില്ല. കാരണം ഈ സെന്റൻസ് കണ്ടോ, ഹു വാസ് ഓൾ അലോൺ എന്നാണ്. ഇതൊരു ഒരു സിമ്പിൾ പാസ്റ്റിലുള്ള സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും ആറ് ഉപയോഗിക്കില്ല.
മോർ ദാൻ വൺ ഓഫ് ദ എബോവ് ഒരിക്കലും വരില്ല, കാരണം നമുക്ക് ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വാസ് വരില്ല, കാരണം സിംഗുലർ ആയിരുന്നെങ്കിൽ നമുക്ക് വാസ് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ രണ്ട് വ്യത്യസ്ത ടോയ്കളാണ്, പ്ലൂരലാണ്. പ്ലൂരൽസ് ഓക്സിലറി വെർബ് പ്ലൂരൽ ആയിരിക്കണം, അതുകൊണ്ട് വേറെ യൂസ് ചെയ്തിരിക്കുന്നു. വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, throughout the seminar she kept quiet and did not dash a word. സെമിനാറിലുടനീളം അവൾ നിശബ്ദത പാലിക്കുകയും അതുപോലെ തന്നെ ഒരക്ഷരം പോലും അവൾ സംസാരിക്കുകയും ചെയ്തില്ല എന്നതാണ് അർത്ഥമാക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ ഒരു ഭാഗം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. നോക്കിക്കേ, ഈ സെന്റൻസ് ഏത് ടെൻസിലാ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണോ? ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമാണോ? അല്ല, നടന്നു കഴിഞ്ഞൊരു കാര്യമാണ്. മീറ്റിംഗിലുടനീളം അവൾ സംസാരിക്കാതെ പിടിച്ചു നിന്നു, അല്ലെ, നിശബ്ദത പാലിച്ചു. അതുപോലെ തന്നെ അവൾ സംസാരിച്ചുമില്ല എന്നാണ് കാണിക്കേണ്ടത്. അത് കഴിഞ്ഞൊരു കാര്യമാണ്. ഇതിന്റെ ടെൻസ് നമുക്കറിയാം, സബ്ജക്റ്റ് ഉണ്ട്, ഇത് V2 ആണ്. അപ്പൊ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V2 ഏതിന്റെ ലക്ഷണമാണ്? സിമ്പിൾ പാസ്റ്റിന്റെ ലക്ഷണമാണ്, അല്ലെ. സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആണിത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവൾ സംസാരിച്ചില്ല എന്നാണ് പറയേണ്ടത്. അപ്പൊ സിമ്പിൾ പാസ്റ്റില് ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോം ഇതാണ്. സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 ഓഫ് ദ വെർബ്. ക്ലിയർ ആയോ? ഒരു കാര്യം പാസ്റ്റിൽ സംഭവിച്ചില്ല എന്ന് കാണിക്കാൻ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ആണ് സബ്ജക്ട്, ഡിഡ്, നോട്ട് പ്ലസ് V1 ഓഫ് ദ വെർബ് ആണ്. ഇവിടെ നമുക്കറിയാം സബ്ജക്ട് ഓൾറെഡി ഉണ്ട്, ഡിഡ് ഉണ്ട്, നോട്ട് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെർബിന്റെ ഒന്നാമത്തെ ഫോമാണ്. ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സംസാരിക്കുക എന്നർത്ഥം വരുന്ന സ്പീക്ക് ആണ്. ഇത് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ING ഫോമാണ്, അതൊരിക്കലും വരില്ല. സ്പോക്കൺ എന്നത് അതിന്റെ V3 ആണ്, നമുക്ക് V1 ആണ് ആവശ്യം, അപ്പൊ അതാവില്ല. ഇത് നോക്കിക്കേ, മോർ ദാൻ വൺ ഓഫ് ദ എബോവ് ഒരിക്കലും വരില്ല. നമുക്ക് ഒരെണ്ണം മാത്രം കണ്ടെത്തിയാൽ മതി, ഒന്നിൽ കൂടുതൽ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നാലാമത്തെ ഓപ്ഷനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, V2 ആണോ V3 ആണോ? രണ്ടുമല്ല, V1 ആണ്. കണ്ടോ, V1. അപ്പൊ നമുക്ക് ഇത് ചൂസ് ചെയ്തൂടെ? സ്ട്രക്ചർ പ്രകാരം സബ്ജക്ട് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 ആണ്. ഇവിടെ നമുക്ക് സ്പീക്ക് എഴുതിക്കൂടെ? യെസ്, എഴുതാം. ഇപ്പൊ എന്തായി? ഡിഡ് നോട്ട് സ്പീക്ക് എ വേർഡ്, ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അപ്പൊ നമ്മൾ പാസ്റ്റില്, സിമ്പിൾ പാസ്റ്റില് ഡിഡ് എന്ന ഓക്സിലറി വെർബിന്റെ കൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് V1 ആണ്. നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തി, ഇതാണ് ഇതിന്റെ ഉത്തരം. ഇനി എങ്ങനെയാണ് ഡിഡ് ഒക്കെ കടന്നു വന്നതെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. നമുക്ക് അതുകൂടി ഒന്ന് പരിഹരിച്ചു പോകാം. നോക്കിക്കേ, ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതാം, ശ്രദ്ധിക്കണേ. She spoke a word. അവൾ ഒരു വാക്ക് സംസാരിച്ചു എന്നാണ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ സെന്റൻസിന്റെ അർത്ഥം. ഇത് നമുക്കറിയാം, സംസാരിച്ചു എന്നാണ് സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആണ്, അല്ലെ. ഇതിനെ എങ്ങനെ നമുക്ക് ചോദ്യ രൂപത്തിലേക്ക്, നെഗറ്റീവിലേക്ക് മാറ്റാം? നമുക്കറിയാം, ഒരു വാക്യത്തെ, ഒരു സ്റ്റേറ്റ്മെന്റിനെ ചോദ്യ രൂപമാക്കാനും അതുപോലെ തന്നെ നെഗറ്റീവ് ആക്കി മാറ്റാനും, നോട്ട് ഉപയോഗിച്ച് നെഗറ്റീവ് ആക്കി മാറ്റാനും ആരുടെ സഹായം വേണം? ഓക്സിലറി വെർബിന്റെ സഹായം വേണം. ഇതില് ഷീ സ്പോക്ക് എ വേർഡില് ഓക്സിലറി വെർബ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ കാണുന്ന ആൾക്കാര് ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ മെയിൻ വെർബ്, ഓക്സിലറി വെർബ് അല്ല, സഹായക ക്രിയ കാണാൻ പറ്റുന്നില്ല, പകരം മെയിൻ വെർബാണ് ഉള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സഹായക ക്രിയയെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഈ സ്പോക്കിന്റെ ഉള്ളില് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ഈ യഥാർത്ഥത്തിൽ ഈ സ്പോക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ശരിക്കും സ്പോക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡിഡ് പ്ലസ് സ്പീക്ക് ആണ്. ഡിഡ് പ്ലസ് സ്പീക്ക് ആണ്. ഇതാണ് എന്തായി മാറുന്നത്? സ്പോക്ക് എന്നായി മാറുന്നത്. ഡിഡ് പ്ലസ് V1. ഡിഡ്, ഇത് V1 ആണ്, സ്പീക്ക് എന്ന് പറയുന്നത്. ഡിഡ് പ്ലസ് V1 ആണെന്ത്? സ്പോക്ക് ആയി മാറുന്നത്. നല്ല കുപ്പായൊക്കെ കിട്ടി ഇങ്ങനെ പുറത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ ആരാണ്? സ്പോക്കായിട്ട് ഇങ്ങനെ പുറത്തിരിക്കുന്നു, പക്ഷെ ഉള്ളില് ഡിഡ് പ്ലസ്
സ്പീക്ക് ആണ്. അപ്പൊ നമുക്കറിയാം ചോദ്യ രൂപത്തിലാക്കണമെങ്കിൽ ഓക്സിലറിനെ എടുത്ത് മുമ്പിൽ ഇട്ടാലാണ് ചോദ്യമാകുന്നത്. അപ്പം ഷീ സ്പോക്ക് എ വേർഡ്, അവൾ ഒരു വാക്ക് സംസാരിച്ചു. അവൾ ഒരു വാക്ക് സംസാരിച്ചില്ലേ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് ഇങ്ങനെ പുറത്തെടുക്കാം. ഡിഡ് പിന്നെ സബ്ജക്റ്റ് എഴുതണം. ഡിഡ് ഷീ. വീണ്ടും സ്പോക്ക് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഡിഡ് പ്ലസ് V1 ചേരുമ്പോഴാണ് സ്പോക്ക് ആയി മാറുന്നത്. അതിൽ നിന്ന് ഡിഡിനെ പുറത്തെടുക്കുമ്പോൾ പിന്നെ ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? സ്പീക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഡിഡ് ഷീ സ്പീക്ക് എ വേർഡ് എന്നാവും കേട്ടോ. ഡിഡ് ഷീ സ്പീക്ക് എ വേർഡ്. നൗ ഇതെന്താണ്? ഇതൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ചോദ്യമാക്കി. എങ്ങനെയാണ് എടുത്തത്? ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടാണ്. ഓക്സിലറി വെർബ് എങ്ങനെയാ വന്നതെന്നും പഠിപ്പിച്ചു തന്നു. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിലോ ഈ മുകളിലെ സ്ട്രക്ചർ ഫോളോ ചെയ്താൽ മതി. സബ്ജക്റ്റ് എഴുതുക, ഷീ, പിന്നെ ഡിഡ് എഴുതണം, പിന്നെന്താണ്? നോട്ട് എഴുതണം. കാരണം ഇല്ല എന്ന് കാണിക്കാനാണ്, സംസാരിച്ചില്ല എന്ന് കാണിക്കാനാണ്, നെഗറ്റീവ് ആക്കാനാണ്. ഷീ ഡിഡ് നോട്ട് സ്പീക്ക് വരും. അപ്പൊ ശ്രദ്ധിക്കുക, V1 ആണ് എഴുതേണ്ടത്, സ്പീക്ക്. കാരണം ഡിഡ് ഓൾറെഡി നമ്മൾ പുറത്തെടുത്തു. ഷീ ഡിഡ് നോട്ട് സ്പീക്ക് എ വേർഡ് എന്നാവും. അപ്പൊ ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആയി. കണ്ടോ? ഇങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ നമുക്ക് ഡിഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബിനെ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വായിച്ചു നോക്കിക്കേ. റാം ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ് ഡാഷ് കമ്മിങ് ടുഡേ. നോക്കിക്കേ, പെട്ടെന്ന് ഒറ്റ വായനയില് ഇതിലൊന്നിലധികം ആൾക്കാർ സബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. റാം ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ റാം അവന്റെ സഹോദരന്മാര് സൗണ്ട്സ് ലൈക്ക് ഒന്നിലധികം ആൾക്കാരുള്ളത് പോലെ അല്ലെ. അങ്ങനെ നിരൂപിച്ച് ഒരു പ്ലൂറൽ വെർബ് എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ ആറല്ല, ഈസ് ആണ്. ഇത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് വേറും ഹാബീൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നീട് ആറോ ഈസോ എന്നൊരു ചോദ്യമാണ്. ആറെന്ന് പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ ശരി ഉത്തരം ഈസ് ആണ്. എന്തുവരും? മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തുവരും? റാം ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ് ഈസ് കമ്മിങ് ടുഡേ. എന്തുകൊണ്ട് അവിടെ ഈസ് ചേർത്തു? ആറല്ലായിരുന്നോ കുറച്ചും കൂടി നല്ലത്? കാരണം റാമും അവന്റെ സഹോദരന്മാരും ഉണ്ട്. അപ്പം ഒന്നിൽ കൂടുതലുള്ളതുപോലെ തോന്നുന്നോണ്ട് ആറല്ലേ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്നൊരു ന്യായമായിട്ടുള്ള സംശയം ഉണ്ടാവും. അങ്ങനെയല്ല, ഈസ് ആണ് അവിടെ ശരി ഉത്തരം. എന്തുകൊണ്ട് ഈസ് ശരിയാവുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇദ്ദേഹമാണ്, ആസ് വെൽ ആസ്. ഞാൻ ഇനി ഈ സ്ക്രീനിന്റെ കുറച്ച് ഫ്രേസസ് എഴുതിയിടും. ഒന്നാമത്തെ ആള് ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, നോക്കണേ, ടുഗെദർ വിത്ത്, അലോങ് വിത്ത്, അലോങ് വിത്ത്, ലൈക്ക്, അൺലൈക്ക്, എക്സെപ്റ്റ്, ഇൻക്ലൂഡിങ്, nothing but, in addition to, in addition to. ഈ പറഞ്ഞ ഫ്രേസസ് ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു മെയിൻ സബ്ജക്റ്റിന്റെ കൂടെ, മറ്റൊരു നിയമമാണ് പറയാൻ പോകുന്നത് ഇംഗ്ലീഷിലെ, ഒരു മെയിൻ സബ്ജക്റ്റിന്റെ കൂടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഫ്രേസും മറ്റൊരു സബ്ജക്റ്റും കൂടി കടന്നു വരികയാണെങ്കിൽ നമ്മൾ ഏതിനെ മാത്രം പരിഗണിച്ചാൽ മതി? ഒന്നാമത്തെ സബ്ജക്റ്റിനെ മാത്രം പരിഗണിച്ചാൽ മതി. അതിന്റെ സന്ദർഭം എന്താണ്? മെയിൻ സബ്ജക്റ്റിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ഫ്രേസ് പ്ലസ് മറ്റൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒന്നാമത്തെ ആളെ മാത്രം പരിഗണിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ ആസ് വെൽ ആസ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാക്കറ്റിലുള്ള ഫ്രേസ് അല്ലേ. അപ്പൊ ആസ് വെൽ ആസ് എന്ന് പറഞ്ഞ ഫ്രേസ് കടന്നു വന്നതിന് ശേഷമാണ് എന്ത്? ഹിസ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ ഭാഗത്തെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ നിയമപ്രകാരം അങ്ങനെ ഒരു ഫ്രേസ് ഒക്കെ കടന്നു വരികയാണെങ്കിൽ ഒന്നാമതിരിക്കുന്ന ആള് ഇവിടെ ആരാ? റാം. റാമിനോടാണ് സബ്ജക്റ്റ് എഗ്രി ചെയ്യേണ്ടത്, വെർബ് എഗ്രി ചെയ്യേണ്ടത്. റാം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, സിംഗുലർ ആണ്. അതുകൊണ്ടാണ് അവിടെ ഞാൻ ആറിന് പകരം ഈസ് തെരഞ്ഞെടുത്തത്. ഈ വെർബ് ആരുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത്? ഒന്നാമത്തെ കക്ഷിയുമായിട്ടാ. രണ്ടാമത് ആസ് വെൽ ആസ് ചേർത്ത് പറയുന്ന ഭാഗത്തിന് വലിയ പ്രസക്തി ഉണ്ടോ? ഈ സെന്റൻസിൽ ഇതൊരു ഡമ്മി മാത്രമാണ്. ആസ് വെൽ ആസ് ഒരുപക്ഷെ ഒരു ടുഗദർ വിത്ത് ആയിരുന്നെങ്കിലോ എലോങ് വിത്ത് ആയിരുന്നെങ്കിലോ ആരായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരു ഫ്രേസ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ആളെ മാത്രം പരിഗണിച്ചാൽ മതി. മറ്റൊരു എക്സാമ്പിൾ എഴുതാം.
മറ്റൊരു എക്സാമ്പിള്, ബിജു along with his friends is playing എന്നാണോ are playing എന്നാണോ? is playing എന്നാണ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു. കാരണം എന്താണ്? along with എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് കടന്നു വന്നു. അപ്പൊ അത് കടന്നു വന്നുകൊണ്ട് തന്നെ ഈ ഭാഗം ഡമ്മിയാണ്. ഹിസ് ഫ്രണ്ട്സിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമതിരിക്കുന്ന ബിജുവിനെ മാത്രം പരിഗണിച്ചാൽ മതി. ബിജു ആയിട്ട് എഗ്രി ചെയ്യേണ്ടത് കൊണ്ടാണ്, ബിജു സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ ആയിട്ട് എഗ്രി ചെയ്യേണ്ടത് കൊണ്ടാണ് അവിടെ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, $10 ഡാഷ് ടു മച്ച് ഫോർ ദിസ് ബുക്ക്. ഈ ഒരു ബുക്കിന് $10 എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കടുപ്പമാണ്, ഇച്ചിരി അധികമാണെന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. $10 is too much for this book. ഇതിന്റെ ഉത്തരം ഈസ് ആണ്. ഇതിന്റെ ഉത്തരം എന്താണ്? ഈസ് ആണ്. എന്തുകൊണ്ട് അവിടെ ഈസ് വന്നത് നോക്കിക്കേ. $10 അല്ലെ, $10. അവൻ പെട്ടെന്ന് വിചാരിക്കും, ശരിയാണല്ലോ, ഇത് ഒന്നിൽ കൂടുതൽ ഡോളറുകൾ ഇല്ലേ, അപ്പൊ പ്ലൂരൽ അല്ലേ വരേണ്ടത് എന്നൊരു ചോദ്യമുണ്ടാവും. അങ്ങനെയല്ല, ഈസ് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അതിനൊരു കാരണമുണ്ട്, അതിനൊരു നിയമമുണ്ട്. അതിതാണ്, ശ്രദ്ധിച്ചേ, ഡിസ്റ്റൻസ്, ടൈം, വാല്യൂ, മണി, സമ്മ്, ക്വാണ്ടിറ്റി. ശ്രദ്ധിച്ചേ, ഒരു നിയമമാണ്. ദൂരത്തെയും സമയത്തെയും മൂല്യത്തെയും പണത്തെയും എന്താണ് ക്വാണ്ടിറ്റി അളവിനെയൊക്കെ സൂചിപ്പിക്കുന്ന പ്ലൂരൽ പദങ്ങള് ഈ ദൂരത്തെയും ടൈമിനെയും വാല്യൂവിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്ലൂരൽ ആണെങ്കിൽ പോലും സിംഗുലർ ആയിട്ട് പരിഗണിക്കണം എന്നാണ് ഇംഗ്ലീഷിലെ നിയമം പറയുന്നത്. ഏതൊക്കെയാ ഈ സമയത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഹവേഴ്സ്, ഡോളേഴ്സ് അല്ലേ? ഇതൊക്കെ എന്താണ്? സമയത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ, ദൂരത്തെ സൂചിപ്പിക്കുന്ന മൈൽസ്. ഇതൊക്കെ എന്താണ്? പ്ലൂരൽ നൗൺസ് ആണ്. ഈ ദൂരത്തെയും സമയത്തെയും മൂല്യത്തെയൊക്കെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ സൂചിപ്പിക്കുമ്പോ ഇത് പ്ലൂരൽ നൗൺ ആണെന്ന് കരുതി ഉടനെ പ്ലൂരൽ വെർബ് എഴുതരുത്. അത് സൂചിപ്പിക്കുന്നത് ഒരു സിംഗിൾ യൂണിറ്റിനെ ആയതുകൊണ്ട് അതിനെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇതാ ഇവിടെ $10 ഓരോ ഡോളറിനെയും സെപ്പറേറ്റ് ആയിട്ടല്ല പരിഗണിക്കുന്നത്. $1, $2, $3 അങ്ങനെ ഓരോ ഡോളറിനെ സെപ്പറേറ്റ് ആയിട്ടല്ല പരിഗണിക്കുന്നത്. $10 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു തുകയാണ്. അതിനെ ഒരു സിംഗിൾ ക്വാണ്ടിറ്റി ആയിട്ടാണ് പരിഗണിക്കുന്നത്, ഒരു സിംഗിൾ അളവായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കണം. ഓരോ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കരുത്, ഒറ്റ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കണം. ഇംഗ്ലീഷിലെ നിയമപ്രകാരം അങ്ങനെയാണ്. അപ്പം ഇതൊറ്റ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഈസ് ചേർത്തത്. അടുത്തൊരു സെന്റൻസ് ഞാൻ ഇവിടെ എഴുതാം. 50 ക്വാണ്ടിറ്റിയുടെ വൈ മാഞ്ഞു പോയി അല്ലേ, സാരമില്ല. 50 മൈൽസ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ്. 50 മൈലുകൾ എന്നത് ഒരു വലിയ ദൂരമാണ്. ഈസ് എ ലോങ് ഡിസ്റ്റൻസ്. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈസ് ചേർത്തത്? കാരണം ഈ മൈൽസ് എന്നത് ഒരു പ്ലൂരൽ നൗൺ ആണ്. ഓക്കെ, അംഗീകരിക്കുന്നത് ഒരു പ്ലൂരൽ നൗൺ ആണ്. പക്ഷെ ആ പ്ലൂരൽ നൗണ് ഒരു ദൂരത്തെ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയൊക്കെ സൂചിപ്പിക്കുമ്പം അതിനെ സിംഗുലർ ആയിട്ടാണ് ഇംഗ്ലീഷിൽ പരിഗണിക്കേണ്ടത്. 50 മൈൽസ് എന്ന് പറഞ്ഞാൽ ഓരോ മൈലിനെയും ഓരോന്നിങ്ങനെ ഒന്നിന് ശേഷം മറ്റൊന്ന രീതിയിൽ അടുക്കി വെച്ചിട്ടല്ല പരിഗണിക്കുന്നത്, അതിനെ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. 50 മൈലുകൾ അതിനെ ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്, സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഈസ് എന്ന് പറഞ്ഞ വെർബ് അതൊരൊറ്റ ദൂരമാണ്. ഓക്കെ, 2 hours 2 മണിക്കൂർ മതി എന്നെങ്ങനെ പറയും? 2 hours ഈസ് ഇനഫ്. 2 മണിക്കൂർ മതി. ഇവിടെ 2 മണിക്കൂറിനെ ഒറ്റ ടൈം പീരീഡ് ആയിട്ടാണ് കാണിക്കുന്നത്, ഒരു ടൈം പീരീഡ് ആയിട്ടാണ് കാണിക്കുന്നത്, ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു. ശ്രദ്ധിച്ചേ, അപ്പൊ നിയമം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഈസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. 50 മൈൽസ് ആർ എ ലോങ് ഡിസ്റ്റൻസ് എന്ന് ഒരിക്കലും പറയില്ല, ഈസ് എ ലോങ് ഡിസ്റ്റൻസ് എന്നേ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ചോദ്യം നോക്കിക്കേ. എയ്തർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദ ഈവന്റ്. 2 വരുന്നുണ്ടല്ലേ, എയ്തർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ്. ഇവിടെ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ വേറല്ല കേട്ടോ, ഇത് ടൈപ്പ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ വേറിന് പകരം വാസ് എന്ന് കരുതുക. ഓക്കെ,
അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. അപ്പം അത് മാസമായിട്ട് തന്നെ പരിഗണിക്കുക കേട്ടോ. ഇവിടെ നോക്കിക്കേ, either the teacher or the students. ഇവിടെ ഇതിൻ്റെ ശരി ഉത്തരം ആറാണ്. ഇതിൻ്റെ ശരി ഉത്തരം എന്താണ്? ആറാണ്. എന്ത് വരും? either the teacher or the students are responsible for the event. സെന്റൻസ് കറക്റ്റ് ആയി. എന്തുകൊണ്ട് അവിടെ ആറ് യൂസ് ചെയ്തു? അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമേ ഉള്ളൂ. ഈ either or ശ്രദ്ധിക്കണേ, ആരൊക്കെയാ? either or, neither nor, not only but also, ഇതിനൊക്കെ എന്ത് വിളിക്കുന്നറിയോ? കൊറലേറ്റീവ് കൺജങ്ഷൻസ് എന്ന ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. നമുക്ക് അതിന്റെ പേരൊന്നും പഠിക്കണ്ട, തൽക്കാലം ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇത് കൊറലേറ്റീവ് കൺജങ്ഷൻസ് എന്ന ഇംഗ്ലീഷിൽ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ ഈ കൊറലേറ്റീവ് കൺജങ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കൊറലേറ്റീവ് കൺജങ്ഷൻസ് ആയിട്ടുള്ള either or, neither nor, not only but also, ഇവ ഒരു സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ, അല്ല ഇവ ഉപയോഗിച്ച രണ്ട് സെന്റൻസുകളെ ബന്ധിപ്പിക്കുമ്പോൾ ഇതിന്റെ വെർബിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വെർബിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റിന്റെ സ്വഭാവം പോലെ ഇരിക്കും. കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ, ഈ വെർബിനോട് അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇനി അടുത്ത് കിടക്കുന്ന ആള് സിംഗുലർ ആണെങ്കിലോ ആ വെർബും സിംഗുലർ ആയിരിക്കണം. മുല്ലപ്പൂവിന്റെ അടുത്ത് കിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇവന്മാരുടെ കാര്യത്തിലും. ഇവിടെ അടുത്ത് കിടക്കുന്ന നൗൺ ഏതാണ്? സ്റ്റുഡൻസ് ആണ്. അതൊരു പ്ലൂരൽ നാമമാണ് അല്ലെ, അതൊരു പ്ലൂരൽ നാമമാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ആറായിട്ടുള്ള പ്ലൂരൽ ആയിട്ടുള്ള ആറ് തന്നെ ഉപയോഗിക്കണം. പ്ലൂരലിന്റെ എഴുതാൻ വിട്ടുപോയി അല്ലെ, എല്ല്. അതുകൊണ്ടാണ് ആ തൊട്ടടുത്ത് കിടക്കുന്ന നൗണിനോട് ഒത്തുപോകാൻ വേണ്ടിയിട്ടാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ആള് പ്ലൂരലാണ്, അതുകൊണ്ട് തന്നെ പ്ലൂരൽ ആയിരിക്കണം. ആർ റെസ്പോൺസിബിൾ എന്ന് കൊടുത്തത്. ഒരു പക്ഷേ ഈ സെന്റൻസ് ഈ സ്റ്റുഡൻസ് നേരെ ഇപ്പുറവും ഒന്നാമതും ടീച്ചർ നേരെ വെർബിനടുത്തുമായിരുന്നെങ്കിലോ, വെർബിനടുത്ത് ടീച്ചർ ആയിരുന്നെങ്കിലോ, അപ്പൊ എന്ത് വരും? ടീച്ചർ ഈസ് റെസ്പോൺസിബിൾ എന്ന് വരും കേട്ടോ. ഒരുപക്ഷെ സ്റ്റുഡൻസ് എന്നതിന് പകരം അവിടെ ടീച്ചർ ആയിരുന്നെങ്കിൽ വെർബിനൊരു മാറ്റം വരും, വെർബ് ഈസ് ആവും. കാരണം വെർബ് അഗ്രീസ് വിത്ത് ദ നിയറസ്റ്റ് സബ്ജക്റ്റ്. അതാണ് അതിന്റെ നിയമം. അതിനെ റൂൾ ഓഫ് പ്രോക്സിമിറ്റി എന്നാണ് പറയാ. റൂൾ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയും. പ്രോക്സിമിറ്റി, അടുപ്പത്തെ സംബന്ധിച്ച നിയമം, റൂൾ ഓഫ് പ്രോക്സിമിറ്റി. അടുത്ത് കിടക്കുന്ന ആളുടെ സ്വഭാവം പോലെ ഇരിക്കും ആ കൂടെ കിടക്കുന്ന ആളും. ഓക്കെ, അതാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ടീം ഡാഷ് പ്ലേയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഇൻ ദ ടൂർണമെന്റ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ടീം എന്ന് പറയുന്ന ടീമാണ് അല്ലെ. അതൊരു കളക്റ്റീവ് നൗൺ ആണ്. അതൊരു കളക്റ്റീവ് നൗൺ ആണ്. എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ? ആൾക്കാരുടെയോ മൃഗങ്ങളുടെയോ വസ്തുക്കളുടെയോ കൂട്ടത്തെ, കളക്ഷൻസിനെ പൊതുവായിട്ട് പറയുന്ന പേരിനെയാണ് ഇംഗ്ലീഷിൽ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. ഈ ടീം, ഗ്രൂപ്പ്, ഗ്യാങ്, ജൂറി, കമ്മിറ്റി. ഇനി മൃഗങ്ങളുടെ ഒക്കെയാണ് ഫ്ലോക്ക്, ഹേർഡ്. ഇതൊക്കെ എന്താണ്? സ്കൂൾ എന്നൊക്കെ പറയും. അതൊക്കെ എന്താണ്? കളക്റ്റീവ് നൗൺസ് ആണ്. ഈ കളക്റ്റീവ് നൗൺസിനെ അതിനെ ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ടീം ഒറ്റക്കെട്ടായിട്ട് ഒരു കാര്യം ചെയ്തു എന്നൊക്കെ പറയുമ്പം സാധാരണ കളക്റ്റീവ് നൗൺസിനെ ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. മനസ്സിലായോ? കളക്റ്റീവ് നൗൺസിനെ സാധാരണ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഒരു കാര്യം ഒറ്റക്കെട്ടായിട്ട് ഒരു ഗ്രൂപ്പ് ചെയ്തു എന്നൊക്കെ കാണിക്കുന്ന സന്ദർഭങ്ങളിൽ സിംഗുലർ ആയിട്ടാണ് കളക്റ്റീവ് നൗൺസിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം ഇതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസോ അല്ലെങ്കിൽ ആറോ വരത്തുള്ളൂ. ഹാവ് ബീൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. വേറെ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, അല്ലെ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതും പറ്റില്ല. ആറ് ഈസ്, രണ്ടിലേതാണ്? നമുക്കറിയാം ഇത് സിംഗുലർ ആയിട്ട് പരിഗണിക്കുന്നത് കൊണ്ട് ഈസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ശരി ഉത്തരം ഈസ് ആണ് കേട്ടോ. ദ ടീം ഈസ് പ്ലേയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഇൻ ദ ടൂർണമെന്റ് എന്ന് വരും. കാരണം കളക്റ്റീവ് നൗണും എപ്പോഴും എന്താണ്? യൂഷ്വലി സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം ഇവിടെ ഏതാണ്? എറർ സ്പോട്ടിംഗ് ആണ് അല്ലേ. എറർ സ്പോട്ടിംഗ് നമ്മൾ ഇതുവരെ കണ്ടു വന്നത് എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്.
ഇത് ഒരു എറർ സ്പോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മാത്തമാറ്റിക്സ് ആർ മൈ ഫേവറേറ്റ് സബ്ജക്ട് ആസ് ഇറ്റ് ചലഞ്ചസ് മൈ ലോജിക്കൽ തിങ്കിങ് ആൻഡ് ഇംപ്രൂവ്സ് മൈ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട്? മാത്സ് ആണോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട്? പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്താണ്? മാത്സ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ്? ആസ് ഇറ്റ് ചലഞ്ചസ് മൈ, എൻ്റെ ലോജിക്കൽ തിങ്കിങ്ങിനെ ചലഞ്ച് ചെയ്യുന്നത് കൊണ്ടും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എൻ്റെ കഴിവിനെ ഇംപ്രൂവ് ചെയ്യുന്നത് കൊണ്ടും മാത്സ് ആണ് എൻ്റെ ഫേവറേറ്റ്, മാത്തമാറ്റിക്സ് ആണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഇവിടെ ഫേവറേറ്റിന്റെ സ്പെല്ലിംഗ് തെറ്റാട്ടോ, ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇത് അമേരിക്കൻ ഇംഗ്ലീഷ് പ്രകാരം ശരിയാണ്, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതണേ, ഫേവറേറ്റ് ഇങ്ങനെ എഴുതണം കേട്ടോ. അത് ടൈപ്പിങ്ങിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിക്കുമല്ലോ. ഈ മാത്തമാറ്റിക്സ് ആർ മൈ ഫേവറേറ്റ് സബ്ജക്ട്, ഇവിടെ സബ്ജക്ട് എന്താണ്? സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് മാത്തമാറ്റിക്സ് ആണ്. അതൊരു വിഷയമാണല്ലേ. അപ്പൊ ഇംഗ്ലീഷില് ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പം ഒരു പഠനശാഖയോ അല്ലെങ്കിൽ വിഷയമോ ഏതുമായിക്കോട്ടെ അതിനെയൊക്കെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് അല്ലേ. ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് ഒറ്റൊരു സബ്ജക്റ്റ് അല്ലേ. അപ്പം രണ്ടെണ്ണം അല്ലല്ലോ. അപ്പം ഈസ് എന്ന് പറഞ്ഞാൽ പോരെ. ഇവിടെ ആറാണ്, എന്താണ്? ആറല്ല, ഈസ് ആണ്. ഓൾറെഡി ഞാൻ ഈ ഓപ്ഷൻസിൽ ഈസ് എന്നാണല്ലേ കൊടുത്തു പോയത്. ഓക്കെ, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാനിവിടെ വീണ്ടും ശരി ഉത്തരം ഞാൻ ഓൾറെഡി ഓപ്ഷനിൽ കൊടുത്തു. ഓക്കെ, അതങ്ങനെ നിലനിൽക്കട്ടെ. ഇതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. മാത്തമാറ്റിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്. ഇവിടെ ഈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഞാനത് കൊടുക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ എങ്ങനെയോ അതങ്ങനെ ആ ഒരു ഓപ്ഷനിൽ കടന്നുകൂടി. അപ്പൊ ഈസ് ആണ് ശരി ഉത്തരം. അപ്പൊ നമ്മുടെ നിയമം ഇത്രയേ ഉള്ളൂ. ഒരു സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ആണോ അതെപ്പോഴും സിംഗുലർ ആയിട്ടാണ് ഇംഗ്ലീഷിൽ പരിഗണിക്കുന്നത്. ഈ എസ്സിൽ അവസാനിക്കുന്നു എന്ന് കരുതി ചാടിക്കേറിയത് പ്ലൂറൽ ആണെന്ന് നിഗമനത്തിൽ എത്തിച്ചേരരുത്. ഇപ്പൊ എസ്സിൽ അവസാനിക്കുന്ന നിരവധിയായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. എന്തൊക്കെയാ? ഉദാഹരണം പറഞ്ഞാൽ ഫിസിക്സ് അല്ലെ, ഫിസിക്സ്, പിന്നെന്താണ്, അക്കോസ്റ്റിക്സ്, എയ്റോബിക്സ്, ജെനറ്റിക്സ്, ഇതൊക്കെ എസ്സിൽ അവസാനിക്കുന്ന ഫീൽഡ്സ് ഓഫ് സ്റ്റഡിയും സബ്ജക്ട്സ് ഒക്കെയാണ്. അപ്പം അതൊക്കെ എന്താണ്? ഇംഗ്ലീഷിൽ അവയൊക്കെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതൊക്കെ ഓരോരോ പഠന വിഷയങ്ങളല്ലേ, സെപ്പറേറ്റ് പഠന വിഷയങ്ങളല്ലേ, ഒന്നൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുപോലൊരു വാക്കാണ് എന്ത്? ന്യൂസ് എന്ന് പറയുന്നതും. ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? അതുപോലൊരു വാക്കാണ്, അതും സിംഗുലർ ആണ്. ഉടനെ ന്യൂസ് എസ്സിൽ അവസാനിക്കുന്നു. വാർത്തകളൊന്നും എഴുതേ, വാർത്ത എന്ന് അർത്ഥമുള്ളൂ, സിംഗുലർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി മനസ്സിൽ പതിപ്പിച്ചു വെക്കുക. എട്ടാമത്തെ ചോദ്യം, ഈച്ച് ഓഫ് ദ 6 boys in the class ഡാഷ് ഹിസ് ടാസ്ക്. ഏത് വരും? ആർ കംപ്ലീറ്റിംഗ് വരില്ല, വേർ കംപ്ലീറ്റിംഗ് വരില്ല, ഹാവ് കംപ്ലീറ്റിംഗ് വരില്ല. കാരണം സെന്റൻസ് തുടങ്ങുന്നത് ഈച്ച് ഓഫ് ദ എന്നതിലാണ്. ശ്രദ്ധിക്കുക, ഈച്ച് ഓഫ് ദ, നെയ്തർ ഓഫ് ദ എന്നൊക്കെ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അതിന്റെ വെർബ് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും. ഈച്ച് ഓഫ് ദ, നൈദർ ഓഫ് ദ, എയ്തർ ഓഫ് ദ ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ അതിന്റെ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈച്ച് ഓഫ് ദ 6 boys എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 ആൺകുട്ടികളിൽ ഓരോരുത്തരും അവരുടെ ടാസ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്നതാണ് അർത്ഥമാക്കേണ്ടത്. ഓരോരുത്തരും, 6 ആൺകുട്ടികളിൽ ഓരോരുത്തരും. ഒരുപക്ഷെ ഇവിടെ 6 ആൺകുട്ടികൾ എന്ന് മാത്രമായിരുന്നെങ്കിൽ, 6 boys എന്ന് മാത്രമായിരുന്നെങ്കിൽ we can definitely use are, അല്ലെ, സോറി, ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയായിരുന്നു, ഹാവ് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഹാവ് എന്നുള്ളത് പ്ലൂരൽ ആണ്, നമുക്കറിയാം. അതിന്റെ സിംഗുലർ വേർഷൻ എന്താണ്? ഹാസ് കംപ്ലീറ്റഡ് ആണ്. ഇപ്പൊ എന്ത് വരും? ഹാസ് കംപ്ലീറ്റഡ് എന്ന് വരും കേട്ടോ. ഹാസ് കംപ്ലീറ്റഡ് എന്ന് വരും. ഈച്ച് ഓഫ് ദ 6 boys. 6 boys എന്ന് മാത്രമായിരുന്നെങ്കിൽ ഓക്കെ, ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നതിന് തെറ്റൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഈച്ച് ഓഫ് ദ എന്നത് ചേരുന്നത് കൊണ്ട് സിംഗുലർ ആയി മാറുന്നു. സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ആക്കാൻ ഹാസ് കംപ്ലീറ്റഡ് എന്ന് കൊടുത്തു കേട്ടോ. അടുത്തത് 9ാമത്തെയാണ്, എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ലൈങ് ഇൻ ദ കോർണർ ഓഫ് മൈ റൂം യെസ്റ്റർഡേ. ഇന്നലെ ഒരു ജോഡി ചെരുപ്പ്, ഒരു ജോഡി ഷൂസ് എൻ്റെ ഒരു റൂമിന്റെ കോർണറിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ എന്നാ. അപ്പൊ ഇന്നലെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിന്റെ വേർഡ് കിട്ടി അല്ലെ, സ്ട്രൈക്കിംഗ് വേർഡ് കിട്ടി, ഇന്നലെ. ഒരു പാസ്റ്റാന്ന് മനസ്സിലായി. അപ്പൊ ഈസ് എന്തായാലും വരില്ല, ഹാവ് വരില്ല. പിന്നെ ഉള്ളത് ആരൊക്കെയാ? വാസും വേറുമാണ്.
വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, വേറെന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. അപ്പൊ അതിൽ ഏത് വേണമെന്ന ചോദ്യത്തിന് ആദ്യം നമ്മൾ എന്ത് പരിശോധിക്കണം? സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് പരിശോധിക്കണം. എ പെയർ ഓഫ് ഷൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷൂസ് എന്ന് മാത്രമല്ല, എ പെയർ ഓഫ് ഷൂസ്. എന്താണ്? ഒരു ജോഡി ഷൂസ് എന്ന് പറഞ്ഞേ. ഒരു ജോഡി, എ പെയർ ഓഫ്. ഒരു ജോഡി എന്ന് പറയുന്നത് ഒരു ജോഡിയല്ലേ ഉള്ളൂ, ഒന്നല്ലേ ഉള്ളൂ, സിംഗുലർ അല്ലേ? അപ്പൊ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് സിംഗുലർ ആണ്. സോ സ്വാഭാവികമായും വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അതുകൊണ്ട് വാസ് ആണ് ഉപയോഗിക്കേണ്ടത്, വേറല്ല. ഓക്കെ, വാസ് ആണ് ശരി ഉത്തരം. എന്തുകൊണ്ടാണ്? എ പെയർ ഓഫ് ഷൂസ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണോ? ഓക്കെ, ശരിയാണല്ലേ. 10ാമത്തെ ചോദ്യം. വൺ ഓഫ് ദ ബുക്സ് that I borrowed from the library last week dash missing from the shelf. ഞാൻ കഴിഞ്ഞ ആഴ്ച ലൈബ്രറിയിൽ നിന്ന് കടമെടുത്ത ബുക്കുകളിൽ ഒന്ന് ഇന്നിപ്പോ എന്താണ്? ഷെൽഫിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഇപ്പൊ മിസ്സിംഗ് ആണ്, ഇപ്പൊ നിലവില് മിസ്സിംഗ് ആണ്. എന്താണ്? സബ്ജക്റ്റിന്റെ സ്ഥാനം നോക്കിക്കേ, ഇപ്പൊ മിസ്സിംഗ് ആണെന്നാണ് അല്ലേ? അപ്പം ഹാവും വേറൊന്നും അല്ല. ഹാവ് ഒന്നും ഒരിക്കലും ഇവിടെ ഉപയോഗിക്കില്ല, വേറുമല്ല, അത് പാസ്റ്റ് അല്ല. ഈസ് മാറും. അതിലേത് വേണമെന്ന് തീരുമാനിച്ചാൽ മതി. അത് തീരുമാനിക്കണമെങ്കിൽ ആദ്യം സബ്ജക്റ്റിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൺ ഓഫ് ദ ബുക്സ് എന്നാ കൊടുത്തിട്ടുള്ളേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ലൈബ്രറിയിൽ നിന്ന് കടമെടുത്ത ബുക്കുകളിൽ ഒന്നെന്നാ പറഞ്ഞിട്ടുള്ളത്. വൺ ഓഫ് ദ ബുക്സ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൺ ഓഫ് ദ പ്ലസ് പ്ലൂരൽ നൗൺ ആണെങ്കിൽ അത് ഏത് വെർബായിരിക്കും? സിംഗുലർ വെർബായിരിക്കും എടുക്കുന്നത്. മനസ്സിലായോ? വൺ ഓഫ് ദ പ്ലസ് പ്ലൂരൽ നൗൺ ആണെങ്കിൽ അതെപ്പോഴും ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. ഇവിടെ വൺ ഓഫ് ദ ബുക്സ് എന്നാണ്. ബുക്സ് എന്ന പ്ലൂരൽ നൗൺ ആണ് അല്ലെ? ബുക്കുകളിൽ ഒന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബുക്കുകളിൽ ഒന്ന്, ഒരെണ്ണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണ്? വൺ ഓഫ് ദ, അതിനോടാണ് എഗ്രി ചെയ്യേണ്ടത്. ഒന്നായതുകൊണ്ട് ഈസ് കൊടുക്കാം. ബുക്കുകളിൽ ഒരെണ്ണം മാത്രമേ മിസ്സിംഗ് ഉള്ളൂ, ബാക്കി അവിടെ ഉണ്ട്. അപ്പം ഈസ് ആണ്, ആറല്ല. അപ്പം ഈസ് മിസ്സിംഗ് എന്ന് വരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഈസ് മിസ്സിംഗ്. 11ാമത്തെ ചോദ്യം. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡാഷ് ആബ്സെന്റ് ഫ്രം സ്കൂൾ ടുഡേ ആൻഡ് their absence was noticed by the teacher during the roll call. ശ്രദ്ധിക്കണേ, കുറച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് ഇന്ന് ആബ്സെന്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഇവിടെ വാസ് വരില്ല കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്കും കൂടി ഉണ്ട്. ഇവിടെ ഈസ് എന്ന് കൊടുക്കാം. ഈസ് ആണ് കേട്ടോ. അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണ്, അപ്പൊ ഒന്ന് പൊറുക്കുക. ഓക്കെ, എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏതാ വരിക? ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു പോയി, പോട്ടെ. 6 വരിക കേട്ടോ. 6. എന്തുകൊണ്ടാണ് അവിടെ 6 വന്നത്? വേറെ വരില്ല, കാരണം ഇന്ന് നടന്നൊരു കാര്യമാണ്. കുറച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് ആബ്സെന്റ് ആയിരുന്നു. അവരുടെ അവർ ആബ്സെന്റ് ആയി എന്നുള്ള കാര്യം ടീച്ചർ റോൾ നമ്പർ വിളിക്കുന്ന സമയത്ത് നോട്ടീസ് ചെയ്തു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താണ്? വേറെ വരില്ല, ഹാസും വരില്ല. പിന്നെ ഈസും 6 ആണ്. ഇവിടെ ഈസിൽ 6 ഏത് വേണമെന്ന് തീരുമാനിക്കാൻ സബ്ജക്റ്റ് ഏതാണെന്ന് അറിയണം. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാണ്. നമുക്കറിയാം എ നമ്പർ ഓഫ് എന്നുള്ളത് പ്ലൂരലാണ്. എ നമ്പർ ഓഫ് എന്നുള്ളത് പ്ലൂരലാണ്. അതിനെ ഈ എ നമ്പർ ഓഫിനെ ശരിക്കും മെനി എന്ന് ആലോചിച്ചാൽ മതി. എ നമ്പർ ഓഫിനെ മെനി എന്ന് ആലോചിച്ചാൽ മതി. കുറെ മെനി നമുക്കറിയാം, ഒന്നിൽ കൂടുതലുള്ളത് മെനി എന്നാണ് പറയാം. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് മെനി സ്റ്റുഡൻസ് എന്ന് വായിച്ചു നോക്കിയേ, അപ്പൊ അതിന്റെ ഐഡിയ കിട്ടും. അപ്പൊ എ നമ്പർ ഓഫ് എന്നുള്ളത് പ്ലൂരലാണ്. അപ്പം എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതോ പ്ലൂരൽ തന്നെയാണ്. അതുകൊണ്ട് 6 എന്ന് പറഞ്ഞിട്ടുള്ള വെർബ് ഇവിടെ ചൂസ് ചെയ്തു. എനിക്ക് അവിടെ ഈസ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, യാതൊരുവിധ കാരണവശാലും പറ്റില്ല. കാരണം സെന്റൻസ് ബിഗിൻ ചെയ്യുന്നത് എവിടുന്നാണ്? എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതാണ്. എ നമ്പർ ഓഫ് എന്നുള്ളത് മെനി എന്നത് ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. മെനി എന്നതിന് തുല്യമാണ്. മെനി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ അതൊരു പ്ലൂരൽ ആയതുകൊണ്ട് 6 കൊടുത്തിരിക്കുന്നു. വ്യക്തമായോ? അങ്ങനെയാണെങ്കിൽ 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. The team of scientists who have been studying climate change for the past decade dash presenting their findings at the international conference next week. വലിയൊരു സെന്റൻസ് ആണ് അല്ലേ? ഈ വലിയ സെന്റൻസുകളുടെ തെറ്റെപ്പോഴും ചെറുതായിരിക്കും.
ദ ടീം ഓഫ് സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടം, ഒരു ടീം, അവരുടെ ഒരു ടീം. എന്ത് തരം ശാസ്ത്രജ്ഞന്മാരാ? ഹു ഹാവ് ബീൻ സ്റ്റഡിയിങ് ക്ലൈമറ്റ് ചേഞ്ച് ഫോർ ദ പാസ്റ്റ് ഡെക്കേഡ്. ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 വർഷത്തെ ഒരു കാലയളവിനെയാണ് ഡെക്കേഡ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടം അവരെന്താ ചെയ്യാൻ പോകുന്നത്? ആ കൂട്ടം അവരവരുടെ ഫൈൻഡിങ്സ്, അവരുടെ കണ്ടെത്തലുകൾ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ അടുത്ത ആഴ്ച അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ തൊട്ടടുത്ത നേരത്ത്, അതൊരു പക്ഷെ തൊട്ടടുത്ത വീക്ക് ആയിരിക്കാം, തൊട്ടടുത്ത ദിവസമായിരിക്കാം, തൊട്ടടുത്ത മന്ത് ആയിരിക്കാം, അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു കാര്യം ഫിക്സ്ഡ് ആണെങ്കിൽ, ഒരു സംഭവിക്കാൻ പോകുന്നു എന്നത് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് ഏത് ടെൻസിൽ പറയാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ്. ഇവിടെ ING ഫോം ഓഫ് ദ വെർബ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് ഒരു ഓക്സിലറി വെർബാണ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പം വേറും വാസൊന്നും അവിടെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, അവിടെ തന്നെ അവരുടെ യോഗ്യത പോയി. പിന്നെയുള്ളത് ആറും ഈസും ആണ്. അതേത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് നോക്കിക്കേ, ദ ടീം ഓഫ് സയന്റിസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ടീം. ശാസ്ത്രജ്ഞന്മാർ എന്ന് മാത്രമായിരുന്നെങ്കിൽ നമുക്കവിടെ യൂസ് ചെയ്യാമായിരുന്നു. എന്ത്? ആറ് യൂസ് ചെയ്യാമായിരുന്നു, കാരണം ശാസ്ത്രജ്ഞന്മാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ശാസ്ത്രജ്ഞന്മാർ എന്നതിലാണോ തുടങ്ങുന്നത്? അല്ല, ദ ടീം ഓഫ് സയന്റിസ്റ്റ് എന്നാണ്. സയന്റിസ്റ്റിന്റെ, ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ടീം. ആ ടീമാണെന്ത്? അവരുടെ കണ്ടെത്തലുകൾ അടുത്ത ആഴ്ച ഒരു കോൺഫറൻസിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം ദ ടീം ഓഫ് എന്നുള്ളത് എന്താണ്? ടീം എന്നുള്ളത് സിംഗുലർ ആണ്, ഒറ്റ ടീമല്ലേ ഉള്ളൂ, സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. ഈസ് പ്രസന്റിങ് വരും. ദ ടീം ഓഫ് സയന്റിസ്റ്റ് ഈസ് പ്രസന്റിങ് എന്ന് ആലോചിച്ച് നോക്ക്. ഇതൊരു റിലേറ്റീവ് ക്ലോസ് ആണ്. ഇതിനെ ഒഴിവാക്കിയിട്ട് നേരെ സബ്ജക്റ്റും വെർബും ഒന്ന് യോജിപ്പിച്ച് വായിച്ചു നോക്കിയേ. ദ ടീം ഓഫ് സയന്റിസ്റ്റ് ഈസ് പ്രസന്റിങ് ദെയർ ഫൈൻഡിങ്സ്. ഇപ്പൊ അത് കറക്റ്റായി. ദ ടീം കണ്ടോ, ഏതുമായിട്ട് എഗ്രി ചെയ്യുന്നു? ഈസ് എന്ന് പറഞ്ഞ വെർബുമായിട്ട് ഒരുമയിൽ പോകുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ടെൻസും ക്ലിയർ ആയി, സബ്ജക്റ്റ് വെർബും എഗ്രിമെന്റും ക്ലിയർ ആയി. ഇത്രയേ ഉള്ളൂ കേട്ടോ. സമയപരിമിതി മൂലം നമുക്ക് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരു സെറ്റ് ചോദ്യങ്ങൾ കൂടി ഈ ഒരു വിഭാഗത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊരു പാർട്ട് 2 ഉണ്ടാവും. അത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഫർദർ ആയിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാനത് വായിച്ചു നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. ഓക്കെ.